ക്രിസ്മസിന് നല്ല മൂവി ഇതായിരിക്കും. സ്ഥിരം ഫീൽ ഗുഡ് പരിപാടിയൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് നൈസ് സ്ക്രിപ്റ്റിന് ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട്. കുറെ നാള് ശേഷം നിവിൻ പോളിയുടെ ഒരു മികച്ച സിനിമ ഫീൽ ഗുഡ് ഫാമിലി കോമഡി പടം. നിവിന്റെ സേഫ് സോണിൽ നിന്ന് പുള്ളി വൃത്തിയാവണം അത് ചെയ്തിട്ടുണ്ട്. ഒരു OTT സ്റ്റഫേ ഉള്ളൂ. വെൽക്കം ബാക്ക്. ഒരു ഇടവേളയ്ക്ക് ശേഷം 2025 ആദ്യ സിനിമയായിട്ട് നിവിൻ പോളി എത്തിയിരിക്കുകയാണ്. 2024 ഇറങ്ങിയ മലയാളി ഫ്രം ഇന്ത്യ ആയിരുന്നു അവസാനമായിട്ട് പുറത്തിറങ്ങിയ സിനിമ. അപ്പോൾ ഫ്രം ദ ഡയറക്ടർ ഓഫ് പാച്ചുവും അത്ഭുതവിളക്കും ഒരു കോമഡി ഹൊറർ എന്റർടൈനർ മൂവിയാണ് സർവമായ. നഷ്ടപ്പെട്ട ബോക്സ് ഓഫീസും ഫാൻസിനെയൊക്കെ തിരിച്ചു പിടിക്കുന്ന ഒരു കംബാക്ക് ആകുമോ സർവമായയിലൂടെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. കണ്ടിറങ്ങിയ ഓഡിഷൻ്റെ റിവ്യൂയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ കമൻറ്റ് ചെയ്തുക. നേരെ സർവമായ റിവ്യൂ. എല്ലാവരും വന്ന് കാണുക, നല്ല പടം. അതല്ല എന്താണ് ഇഷ്ടപ്പെട്ട സിനിമ? ഇമോഷണലി നല്ല കണക്ട് ആവും, നല്ല പടമായിരുന്നു കേട്ടോ. അല്ല നിവിൻ പോളി അജോറിക്കസ കോംബോ അവരുടെ കോംബോയും കാട്ടി കഥ സ്ക്രിപ്റ്റ് കൊള്ളാം, നല്ല. അതല്ല സ്റ്റോറി പുതുമയുള്ള സ്റ്റോറിയൊക്കെയാണോ? അഖിൽ പുതുമയുള്ള സ്റ്റോറി. അഖിൽ സത്യന്റെ ഒരു സ്ഥിരം സംഭവമാണോ? അഖിൽ സത്യന്റെ ഒരു ഫീൽ ഗുഡ് പടം മൂവി, നല്ല അതേപോലെ തന്നെ ഉള്ളല്ലേ? നല്ല ഫാമിലി എന്റർടൈൻ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവന്റെ ഒരു കംഫർട്ട് സോൺ ആയിട്ടാണ് തോന്നിയത്. നല്ല ഫാമിലിക്ക് ക്രിസ്മസിന് നല്ലോണം കാണാൻ പറ്റുന്ന ഒരു മൂവി. നിവിന്റെ ഒരു യൂഷ്വൽ കണ്ടിരുന്ന സംഭവമാണോ? സ്ഥിരം കണ്ടിരുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ അജോർഗീസ് ആയിരുന്നു നിവിൻ പോളി വളരെ സ്മൂത്ത് ആയിട്ടാണ് കോമഡി. അവര് അങ്ങനെ ഹാർഡായിട്ട് ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഹൊറർ കോമഡി ജേണറാണ്. പിന്നെ അതിന് തന്നെ റിയാഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആയാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അല്ല ബ്രോ, ഈ കോമഡി ഒക്കെ പഴയ കോമഡി അല്ലല്ല, എല്ലാം ഫ്രഷ്നെസ് അല്ല, കണ്ട് ഫുള്ളൊരു പോസിറ്റീവ് ആയി. സ്ഥിരം അഖിൽ സത്യന്റെ ഒരു സംഭവം തന്നെയാണോ? അങ്ങനെയല്ല, നമ്മൾ പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ പടം എന്ന് പറയുമ്പോൾ ഒരു കോമഡി വളരെ പുള്ളിക്ക് ഒരു കംഫർട്ടബിൾ ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ഇറക്കിയ പടമാണല്ലേ? ആണ്, ഫാമിലി ഓഡിയൻസ് ആണ്. പക്കായിട്ട് ഫാമിലിക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന കംബാക്ക് എന്ന് പറയാനുണ്ടോ? കംബാക്ക് നിവിന്റെ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കംബാക്ക് തന്നെയാണ്. സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നൊരു അനൂപ് സത്യനാന്തിക്കാട് സിനിമകളുടെ ഒരു ഫീൽനെസ് ഉണ്ടല്ലോ, ഒരു ഫ്രീ ഫീൽ, കൂൾ മൈൻഡ്. ആ രീതി തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടം നൈസായിട്ട് വർക്കായി. സിമ്പിൾ വർക്കാണ്. നിവിൻ പോളി അജു കോമഡി എങ്ങനെയുണ്ട് അവരുടെ? നിവിൻ പോളി അജു കോമ്പിനേഷൻസ് രസമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരുപാട് വലിയ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് ഭയങ്കരമായിട്ടുള്ള വലിയ തമാശ സീനുകളോ കാര്യങ്ങളോ ഒന്നുമല്ല. സിംപ്ലി ഒരു സ്റ്റോറി പറയുന്നു, അതിൻ്റെ ഒപ്പം നടക്കുന്ന കുറച്ച് സിറ്റുവേഷണൽ കോമഡികൾ. അതല്ല ബ്രോ, ഇതിനകത്ത് ഈ ഹൊറർ കോമഡി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയുണ്ട്? ശരിക്കും അത് ഒരു കാര്യമുണ്ട്. ഈ ഒരു ലോജിക്ക് ഇല്ലാത്ത ഒരു പടം എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ടല്ലോ, ആ കാറ്റഗറിയിലോട്ട് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളെ ബ്ലെൻഡ് ചെയ്യാന്ന് പറയുന്ന ഒരു ഇച്ചിരി പരിപാടിയാണ്. സ്പൂഫ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന പോലെയല്ല, സിംപ്ലി നമ്മൾ ആ ഒരു കണക്ഷനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ സ്ക്രിപ്റ്റ് വൈസ് സാധിച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ എനിക്ക് തോന്നിയൊരു വളരെ സിമ്പിളായിട്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ഹൊറർ സിനിമ ഇപ്പൊ DSR ഒക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ഹൊറർ ഫീൽ എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടലി ആ ഫീലിലേക്ക് മാറാണ്. ഇവിടെ ഒരു കമ്പാനിയൻ, ആ ഒരു സ്റ്റൈലിലേക്ക് നമുക്ക് അതിനെ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ അതിനെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് നൈസായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഈ നിവിൻ പോളിയുടെ കംബാക്ക് പടം എന്ന് പറയാൻ വേണ്ടി ഉണ്ടോ? കംബാക്ക് നിവിന്റെ സേഫ് സോണാണ്. നിവിന്റെ സേഫ് സോണിൽ നിന്ന് പുള്ളി വൃത്തിയാവണം അത് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്താണ് സിനിമ ഇറക്കിയത്. ഫാമിലി ഓഡിയൻസിന് നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഒരു എന്താ പറയുക, വളരെ മൈൽഡായിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ്. അവസാനമൊക്കെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇമോഷണൽ ആക്കുന്നു. സിമ്പിളായിട്ട് കണ്ടുപോകാവുന്നൊരു പടം അല്ല, വേറെ പ്രത്യേകിച്ച് പുതുമകളോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് സംഭവങ്ങളൊന്നും അല്ല. തിയേറ്ററിലെ കൂട്ടച്ചിരി ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ചിരിക്കാനുള്ള ഏരിയാസൊക്കെ ഉണ്ട്. അത് വൃത്തിയാവണം, നമുക്ക് ചിരിപ്പിക്കുന്ന സാധനങ്ങളും ഉണ്ട്. ഒരു ഭയങ്കര വലിയ തമാശ പടമൊന്നുമല്ല, പക്ഷെ ഉള്ള ഏരിയാസൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ അതിൻ്റെ സ്റ്റോറിയുടെ കൂടെ നമ്മൾ പോകും. ഇവന്റെ കൂടെ വീഡിയോ സിനിമ കുറെ നാള് ശേഷം നിവിൻ പോളിയുടെ ഒരു മികച്ച സിനിമ ഫീൽ ഗുഡ് ഫാമിലി കോമഡി പടം. അത് നിവിൻ പോളിയെ കാണാൻ മലയാളികൾ എങ്ങനെ ആഗ്രഹിക്കുന്നു അതെല്ലാം ഇവിടെ കിട്ടും. അതായത് കുറെ വിന്റേജ് നിവിൻ പോളി എന്ന് വേണം പറയാൻ. അജു വർഗീസ് നിവിൻ പോളി കോംബോ എല്ലാം തകർത്തിട്ടുണ്ട്. ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം അത് നല്ല കോംബോ ആയിരുന്നു അവരുടെ. സ്റ്റോറി എങ്ങനെയുണ്ട് പറയാനാണെങ്കിൽ? സ്റ്റോറി കുഴപ്പമില്ല, നല്ലൊരു സ്റ്റോറി തന്നെ. ലാഗ് ഒന്നുമില്ല, ഒരു സെക്കൻഡ് പോലും ലാഗ് ഇല്ല. നല്ല എൻഗേജിങ്, ഒരു ബോറും ഇല്ല. പിന്നെ ഇതില് വേറെ ക്യാരക്ടർ ഉണ്ട്, ഒരു പെൺകുട്ടി ചെയ്ത നീമ്പുളി. അത് ആ കുട്ടി നല്ല അഭിനയമായിരുന്നു. അതായത് നീമ്പുളിയുടെ കൂടെ കട്ടക്കിന്ന് തറത്തിട്ടുണ്ട്. പേഴ്സണലി ഇഷ്ടപ്പെട്ട്. വളരെ ഒരു നോർമൽ കഥയാണ്, പക്ഷെ കഥയുടെ അല്ല, നല്ല രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തുന്നു. നമ്മൾ ആ പടവുമായിട്ട് കുറച്ചുകൂടെ കണക്റ്റഡ് ആവുന്നുണ്ട്. വളരെ സെറ്റിലായിട്ട് പോകുന്നൊരു കഥ നൈസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നിവിൻ്റെയൊക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിവിൻ്റെയൊക്കെ ഒരു കംഫർട്ട് സോണാണ്. നൈസായിട്ട് നിവിനായാലും രണ്ട് നായികമാരായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി വർക്കൗട്ട് ആവുന്നുണ്ട്. ലാഗൊന്നുമില്ല, ചെറിയൊരു സെക്കൻഡ് ഹാഫ് ഒരു ഇച്ചിരി, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത് സത്യനന്ദിക്കാട് ഇപ്പം മോനാകുമ്പം ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടല്ലോ, അതേ കണക്കൊരു നമ്മളെ ഒരു ഫീൽ ഗുഡ് നൈസ് മർ. അതിന് അപ്പുറത്തോട്ട് ഭയങ്കര ഇതൊന്നുമല്ല,
നമുക്ക് വന്ന് കണ്ട് നൈസായിട്ട് ഇരുന്നിട്ട് ഫാമിലി ഓഡിയൻസിനെ ടാർഗറ്റ് ഇറക്കിയ സിനിമ. ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും വരും. ഒരു നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. ഒരു സ്ഥിരം ഫീൽ ഗുഡ് ടെംപ്ലേറ്റ് സംഭവമാണോ? ആ സ്ഥിരം ഫീൽ ഗുഡ് പരിപാടിയൊക്കെ തന്നെയാണെങ്കിൽ നമുക്ക് നൈസ് സ്ക്രിപ്റ്റിന് ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ പഴയ നിവിൻ്റെ കുറേ മാനറിസവും നമുക്ക് മറ്റേ ക്രിഞ്ച് അടിപ്പിക്കാതെ മറ്റേ ബോറടിപ്പിക്കാതെ പണ്ടത്തെ ഒരു എന്റർടൈനർ നിവിൻ ഉണ്ടല്ലോ, ആ ഒരു വൈബൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ അത് ബ്ലഡ് ആവുന്നുണ്ടോ സംഭവം? ആ ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഹൊറർ കോമഡി എന്നല്ല, പക്ഷേ നൈസായിട്ട് നമുക്കത് കണക്ട് ആവുന്നുണ്ട്. ഒരുമാതിരി മറ്റേ ബോറടിപ്പിക്കുന്ന അല്ല വെറുപ്പിക്കുന്ന ടൈപ്പ് ഓഫ് പരിപാടിയല്ല. നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിരുന്നു അത്. എനിക്കങ്ങനെ ലാഗായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ചുമ്മാ ഒരു വൈബിന് ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടം. മോശം പറയാനൊന്നും ഇല്ല, സിറ്റുവേഷണൽ കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഭയങ്കര ഓവർ ഫോഴ്സ്ഡ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എത്ര സ്റ്റാർ കൊടുക്കും? അങ്ങനെ സ്റ്റാർ ഓറിയന്റഡ് ആയിട്ടൊന്നും പറയുന്നത്, പക്ഷെ നല്ലൊരു സിനിമയാണ്. അത്യാവശ്യം തിയേറ്റർ ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. സിനിമ എങ്ങനെയുണ്ട്? ഉള്ളതില്ല, ഒരു OTT സ്റ്റഫേ ഉള്ളൂ. എന്താ നെഗറ്റീവ് ആയിട്ടൊന്ന് തോന്നിയേ? ഇല്ല, ഭയങ്കര പടം ഭയങ്കര ഇഴച്ചിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇല്ല, കോമഡി ഒന്നും ഇല്ല പടത്തില്. ചെറിയ 1-2 ചിരിക്കാനുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. സ്റ്റോറിയെ പറ്റി അല്ല, പുള്ളിയൊക്കെ ഇതൊക്കെ മാറ്റി പിടിക്കേണ്ട സമയം കഴിഞ്ഞു. അഖിൽ സത്യന്റെ ഒറ്റ ഒരു പാറ്റേണിൽ ആ ഒരു സിനിമ കണക്കത്തെ ഒരു പാറ്റേൺ തന്നെ. ഒരു ഫീൽ ഗുഡ് കിട്ടിയില്ല. ഗുഡ് ഒന്നുമില്ല, ഒട്ടും. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ അത്യാവശ്യം മോശം പടത്തിൽ പെട്ട ഒരു പടമാണ്. OTT-ല് വേറെ ഒന്നുമല്ല, തിയേറ്റർ അടിപൊളിയാട്ടോ. JB സിനിമാസ് സൂപ്പർ തിയേറ്റർ. ആ തിയേറ്ററിന്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല സിനിമകളൊക്കെ വരാണെന്നുണ്ട് അടിപൊളിയായിരിക്കും. പടം പോരാടാ, കൊള്ളത്തില്ല. ഇല്ല, നിവിൻ പോളിയുടെ കംബാക്ക് ഒന്നും അല്ല. നിവിൻ പോളിയൊക്കെ നല്ലൊരു സ്റ്റോറി ലൈനൊന്നും ഇല്ല. ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വന്നേനെ. നിവിൻ പോളിയുടെ അഭിനയമൊക്കെ അത്യാവശ്യം രസമുള്ള പഴയ രീതിയിലുള്ള ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും പോരാ. അവരുടെ കോംബോയൊക്കെ കുറച്ചുകൂടെ നല്ലൊരു സ്ട്രോങ് ലൈൻ ആയിരുന്നെന്നുണ്ടെങ്കിൽ പടം അത്യാവശ്യം നല്ലവണ്ണം പോയേനെ. ഇതിപ്പം ഒരു OTT സ്റ്റഫ് അത്രേ ഉള്ളൂ. പോസിറ്റീവായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആണ്. ഇമോഷൻസ് എല്ലാത്തിനും നല്ല വാല്യൂ ആയിട്ട് തരുന്നു. കോമഡി ഒക്കെ വർക്ക് ആവുന്നുണ്ടോ? അടിപൊളി. ആരാണ് കൂടുതൽ കോമഡി വർക്ക് ആവാൻ? നിവിൻ പോളി, അജു വർഗീസിന്റെ പടം കാണുമ്പോൾ മനസ്സിലാവും. കോമഡി ഒക്കെ വർക്ക് ആയിട്ടുണ്ടോ? കോമഡി വർക്കായി. നിവിൻ പോളിയുടെ തിരിച്ചുവരവ്. അതല്ല കൂടുതൽ ഇഷ്ടപ്പെടുന്ന സിനിമയില് കോമഡി. ലാഗ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ലാഗ് ഇച്ചിരി, സെക്കൻഡ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ട്. സിനിമ ഹൊറർ ടച്ച് ഒക്കെ ഉള്ളതാണോ? രോമാഞ്ച ടൈപ്പ് ഒക്കെ ആണോ? രോമാഞ്ച ടൈപ്പ് ഒന്നുമില്ല. അല്ല, വർക്ക് നല്ല സിനിമ. കോമഡി ഇമോഷണൽ വർക്കായി കൊള്ളാം. നല്ല സിനിമ. കംബാക്ക് ആണോ അതോ ക്രിസ്മസിന് നല്ല മൂവി ഇതായിരിക്കും.